പിള്ളേർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുക. എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ? ചേച്ചി ബിസിനസ് ഒക്കെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടങ്ങാൻ. അതിനേക്കാളും നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും. എടി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെങ്കിൽ വില കഴിവൊക്കെ വേണം. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തൊന്നുമില്ല. നീ വേറെ വല്ലതും പറ. ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഇപ്പൊ വലിയ കഴിവിന്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചിയാണല്ലോ എന്റെ ജെറിക്കോട്ടൻ. എന്നാ ചളി അവരൊക്കെ ഇടുന്നത്, എന്നിട്ടും എന്നെ ആൾക്കാരാ കാണാൻ. അത് ശരിയാ നീ പറഞ്ഞേ. പക്ഷെ എനിക്ക് അങ്ങനെ ചളി അടിക്കാനുള്ള കഴിവൊന്നുമില്ല. നമുക്ക് വല്ല കുക്കിംഗ് വീഡിയോ എടുത്താലോ? ആ കുക്കിംഗ് വീഡിയോ കൊള്ളാം. അതാകുമ്പോൾ മിച്ചം വരെ നമുക്ക് കഴിക്കാനും പറ്റും. എൻ്റെ മാളു അവൾ കുക്കിംഗ് വീഡിയോ ചെയ്യാനോ? എൻ്റെ പൊന്നെ, അവൾ അടുക്കളയിൽ കയറിയ ഒരു പൂച്ചയോ ഒരു കോഴിയോ ആ ഭാഗത്തോടൊന്നും വരത്തില്ല. അതമ്മ പറഞ്ഞ ശരിയാടി. ഞാൻ ഇന്നലെ അപ്പുറത്തെ പൂച്ചയ്ക്ക് കുറച്ച് ചോറും മീൻകറിയും കൊടുത്തായിരുന്നു. അതെന്നെ ഒരു നോട്ടം, ഞാൻ അങ്ങ് ദഹിച്ചു പോയി. എന്നാ നമുക്ക് കുക്കിംഗ് വീഡിയോ വേണ്ട, നമുക്ക് ഡെയിലി വ്ലോഗ് ചെയ്താലോ. അതാകുമ്പോ എന്നും നടക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. ആ അത് കൊള്ളാം. എങ്കിൽ ഓക്കെ, നമുക്ക് നാളെ എല്ലാം സെറ്റാക്കി തുടങ്ങാം. എന്തിനാ നാളെ? ഫോൺ എടുക്കാം, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. ദൈവമേ, ഈ കോപ്രായം കൂടെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വിസ അടിക്കത്തുള്ളൂ. കോപ്രായൊന്നും അല്ല, ഇപ്പൊ കണ്ടോ. ഹലോ ഗായ്സ്, നിങ്ങളുടെ സ്വന്തം മാളും ഇത് നിങ്ങളുടെ സ്വന്തം പൂജ. ഞാൻ നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല, ഞാൻ ശരത്തേന്റെ സ്വന്തം. ഇങ്ങനെയൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറയണല്ലേ? പക്ഷെ ഇവിടെ ഒരു സുഖമില്ലടി. നമുക്ക് വഴിയിലെങ്ങാനും പോയി എടുത്താലോ? നിങ്ങൾ ആ വഴിയിലോട്ട് പോകുമ്പോഴേ മഴ കഴിഞ്ഞ സമയമാണ്. അവിടെ വല്ല മാങ്ങായോ തേങ്ങയൊക്കെ ഉണ്ട്, എടുത്തോണ്ട് പോവാം. വൈകിട്ട് കഞ്ഞിക്കുള്ളതാവും. ആ നോക്കട്ടെ. അപ്പൊ ഗായ്സ് ഹലോ, ഞങ്ങൾ ഒരു തേങ്ങ. തേങ്ങയോ? ഓ അമ്മയുടെ നാക്ക് പൊന്നാ കേട്ടോ. ദേ ആരെങ്കിലും കാണുന്നേ മുന്നേ ഉള്ളൂ ഓമനാമിക്ക് കൊണ്ട് കൊടുക്കും. തേങ്ങാവെള്ളം എനിക്ക്, തേങ്ങ നിങ്ങൾക്ക്. അവളുമാരെന്നെ ഈ കാണിക്കുന്നെന്ന് ഒന്ന് നോക്കിയേക്കാം. യു ചെറിയ ഞങ്ങൾ ചെറുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പരിപാടിയാ. ആ അത് കൊള്ളാം, നല്ല പരിപാടിയാ. പക്ഷെ എന്നെ കണ്ടപ്പം പൂച്ചയ്ക്ക് എന്തോ പൊറോട്ട എറിഞ്ഞല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ചൂടെടുത്തപ്പം വീശിയതാ. ആ ശരി ശരി, ആയിക്കോട്ടെ. ഇതെന്നാ കന്യാകുമാരിയിൽ നിന്ന് കൊത്തിക്കൊണ്ട് വന്ന ശില്പോ? ശില്പോ? ആ ശില്പം. ഓമനാമ്മയുടെ നൈറ്റൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ശില്പം. അമ്മേ അമ്മേ, എടി നിന്നെ ഞാൻ എൻ്റെ മകളുടെ സ്ഥാനത്താണ് കണ്ടത്. നീ മരുമോളായിട്ടല്ല. നീ അത് ഓർത്തോ കേട്ടോ. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു നിർത്താൻ പോരായിരുന്നോ? തേങ്ങ ചെറിഞ്ഞ് വീഴ്ത്തണമായിരുന്നു. നീ ആ ഫോണും തേങ്ങയും എടുക്കുക, നമുക്ക് പുതിയൊരു അടിയുണ്ട്. ഹലോ ഗായ്സ്, ഇത് കണ്ടോ ഗായ്സ്? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തേങ്ങ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നേ? അവരുടെ നാട്ടിൽ ഷിബു എന്ന് പറയും. ഓർമ്മിച്ചിട്ട് പോടി.